ഞെട്ടിക്കുന്ന കുറേയധികം വാർത്തകൾ നിരന്തരമായിട്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കൊലപാതകം, അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, അച്ഛൻ്റെ കഴുത്തറക്കുന്നു, കുഞ്ഞിനെ കൊല്ലുന്നു, ലഹരി, അവിടെ ലഹരി, ഇവിടെ ലഹരി, അത് എല്ലാം പ്രശ്നം. സഹപാഠികൾ ചേർന്നുകൊണ്ട് മറ്റൊരു സഹപാഠിയെ നഞ്ചക്കിനടിച്ച് കൊല്ലുന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്നൊരു വാർത്ത എന്ന് പറയുന്നത് 9ാം ക്ലാസ്സുകാരൻ ഒരു സഹോദരിയെ, തൻ്റെ കുഞ്ഞു സഹോദരിയെ പീഡിപ്പിച്ചിരിക്കുന്നു. കൊച്ചിയിലാണ് സംഭവം. മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആണ് എന്ന് പറയുന്നുണ്ട്. ലഹരി ഉണ്ട് എന്നാണ് വരുന്ന സൂചന. ഇത് പറയാൻ പോലും യഥാർത്ഥത്തിൽ വല്ലാത്ത വിഷമമാകുന്ന ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പുതിയ തലമുറ 2K കിഡ്സ് എന്നൊക്കെ പറയുമ്പോഴും എങ്ങോട്ടാണ് കേരളം പോകുന്നത്, എങ്ങോട്ടാണ് ഈ ലോകം പോകുന്നത്? നമ്മുടെ എല്ലാ നന്മകളും നശിച്ചു പോകുന്ന പോലെ തോന്നുന്നു. എന്താ തോന്നുന്നത്? പാർത്ഥൻ പറഞ്ഞത് ശരിയാണ്. അമ്മയും പെങ്ങന്മാരെയും പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു നാടായി കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അമ്മയാണോ മുന്നിൽ നിൽക്കുന്നത്, സഹോദരിയാണോ മുന്നിൽ നിൽക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ കുട്ടികൾ വഴിപിഴച്ചു പോയിരിക്കുന്നു. അമ്മയും പെങ്ങന്മാരും എന്നൊക്കെ പറയുമ്പോൾ അമ്മ കഴിഞ്ഞാൽ പെങ്ങളുണ്ടെങ്കിൽ മൂത്ത സഹോദരിയാണെങ്കിൽ അമ്മയ്ക്ക് തുല്യമാണെന്ന് പറയും. കുഞ്ഞു പെങ്ങളാണെങ്കിൽ നമ്മളവളെ മകളെപ്പോലെ സ്നേഹിക്കുമെന്നാണ് പറയുന്നത്. ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മക്കൾ അല്ലെങ്കിൽ അച്ഛനമ്മമാർ അല്ലെങ്കിൽ സഹോദരങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് കുറേ നാളുകൾക്ക് മുൻപ് ഒരു പെൺകുട്ടി പറഞ്ഞത് സ്വന്തം സഹോദരൻ കാരണം തുണി മാറാൻ പോലും ഭയമാണ്. വീട്ടിനകത്ത് സ്വന്തം കൂടപ്പുറപ്പുണ്ട് എങ്കിൽ ക്ലാസ് വിട്ട് കഴിഞ്ഞാലും അമ്മ വരുന്നത് വരെ റോഡിൽ എവിടെയെങ്കിലും ഏതെങ്കിലും കടകളുടെ മുന്നിലോ മറ്റെവിടെയെങ്കിലും ഇരുന്ന് സമയം ചിലവഴിച്ച് അമ്മ വരുന്ന സമയത്താവുമ്പോൾ വീട്ടിലേക്ക് കയറുന്ന പെൺകുട്ടികളുള്ള നാടായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ നമുക്ക് പിഴ അടയ്ക്കും. ഹെൽമെറ്റ് വയ്ക്കാതെ വാഹനം ഓടിച്ചാൽ, സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനം ഓടിച്ചാൽ നമുക്ക് പിഴ അടയ്ക്കും. അമിതമായി സ്പീഡ് വാഹനം ഓടിച്ചാൽ പിഴ അടയ്ക്കും. പക്ഷേ ലഹരി ഉപയോഗിച്ചാൽ വെറുതെ വിടും. അതും ഉന്നതരുടെ മക്കളോ ഉന്നത ബന്ധങ്ങളോ ഉള്ള ആരെങ്കിലും ആണെങ്കിൽ അവർക്കെതിരെ കേസില്ല, അവർക്കെതിരെ ഒരു നടപടിയുമില്ല. ആ കേസെടുത്ത ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷനോ അല്ലെങ്കിൽ ഡിസ്മിസോ കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പലപ്പോഴും കണ്ണടയ്ക്കുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കഷ്ടപ്പെട്ട് നേടിയ ജോലിയാണ്. അത് വലിച്ചെറിയാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നീ എന്തോ ആയിക്കൊണ്ട് പോ എന്നുള്ള നിലപാടിൽ ഇപ്പോൾ ഇവർ അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ കൊച്ചിയിലെ വിഷയം 2024 ഈ സംഭവം നടക്കുന്നത്. പെൺകുട്ടി നിരന്തരം പീഡനത്തിനിരയായി എന്നാണ് പറയുന്നത്. ഭയം കാരണമാണ് ഈ കുട്ടി ഇത് പുറത്തു പറയാത്തത്. പിന്നീട് സ്വകാര്യ ഭാഗങ്ങളിൽ അത് കഠിനമായ വേദന അനുഭവപ്പെട്ടു. അപ്പോൾ ഇത് കൂട്ടുകാരികളോട് പറഞ്ഞപ്പോൾ കൂട്ടുകാരികളാണ് സ്കൂളിലെ അധ്യാപകരോട് പറഞ്ഞത്. പിന്നീട് അവർ കൗൺസിലിങ്ങിന് ഈ കുട്ടിയെ കൊണ്ടുപോയപ്പോഴാണ് ഈ കുട്ടി 9ാം ക്ലാസ് എന്ന് പറയുമ്പോൾ 14 വയസ്സ് സഹോദരന്. അപ്പോൾ സഹോദരിക്ക് എത്ര പ്രായം ഉണ്ടാകും? ഒരു 12 വയസ്സോ 11 വയസ്സോ. ആ പെൺകുട്ടിയാണ് ലഹരിക്ക് അടിമയായ ഈ 18 വയസ്സ് പോലും പ്രായപൂർത്തിയാകാത്തവൻ ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നീട് ഈ സഹോദരനെതിരെ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന് ചില പരാതികൾ ലഭിച്ചു. അതിൻ്റെ അന്വേഷണത്തിലായിരുന്നു പോലീസ്. അതിനിടയിലാണ് സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും പിന്നീട് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യാനും ശിക്ഷിക്കാനൊന്നും കഴിയില്ലല്ലോ, കാരണം 18 വയസ്സ് പൂർത്തിയായില്ലല്ലോ. CWCയിൽ പരാതി നൽകി. പിന്നീട് ഈ 14കാരനും കൗൺസിലിംഗ് കൊടുക്കുമായിരിക്കാം. 18 ആവാത്തത് കൊണ്ട് ശിക്ഷ ലഭിക്കാൻ വകുപ്പില്ലാത്തത് കൊണ്ട് ഊരി വരും, സ്വാഭാവികമാണ്. പക്ഷേ ഈ പെൺകുട്ടി അനുഭവിക്കുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടല്ലോ, ട്രോമ, ഭർത്താവ് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ചെറുപ്രായത്തിൽ നമുക്കൊരു ശാരീരികമായ ഒരു പീഡനം നമ്മൾ അനുഭവിച്ചാൽ എനിക്കൊക്കെ തോന്നുന്നു നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ അതിന് അടിമപ്പെട്ടു പോകും എന്നുള്ളതാണ്. വലിയ വിലയും കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് പലപ്പോഴും നമ്മുടെ കയ്യിൽ നിൽക്കില്ല. നമ്മുടെ ആരെങ്കിലും ഉപദ്രവിക്കും. എത്ര പ്രായം കഴിഞ്ഞാലും നമുക്കൊരു 50 വയസ്സാകട്ടെ, ഒരു 60 വയസ്സാകട്ടെ, നമുക്ക് എത്ര പ്രായം കഴിഞ്ഞാലും നമ്മുടെ മൈൻഡിൽ മുഴുവൻ ഒരു അപരിചിതനായ ഒരാൾ നമ്മളെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അയാളിപ്പോൾ നമ്മളെ കയറി പിടിക്കും, അല്ലെങ്കിൽ അയാളിപ്പോൾ നമ്മളത് ചെയ്യും, അയാൾ നമ്മളെ ഇപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും അമിതമായി നമ്മളോട് സ്വാതന്ത്ര്യം എടുക്കുമ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമുക്കൊരു മൈൻഡ് പ്രശ്നം വരില്ല. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കുള്ള സമയങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ മൈൻഡ് മുഴുവൻ നമ്മൾ ചിന്തിക്കുന്നത് നാളെ ഇനി ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ അവർ നമ്മളെ ഉപദ്രവിക്കുമോ, നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും ഭാഗത്ത് കയറി പിടിക്കുമോ, ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ അവർ നമ്മളെ കെട്ടിപ്പിടിക്കുമോ,
നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ മൈൻഡിലെ ചിന്താഗതി എന്ന് പറയുന്നത്. അത് രണ്ടാമതൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാകാവുന്ന തരത്തിലല്ല ആ ചിന്താഗതി എന്ന് പറയുന്നത്. അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വേദനയും ബുദ്ധിമുട്ടും മനസ്സിലാകാൻ പറ്റുമെന്നുള്ളതാണ്. ഈവൻ നമ്മൾ വീട്ടിൽ പോലും സുരക്ഷിതരല്ല എന്ന് ചിലപ്പോൾ നമ്മൾ സുരക്ഷിതരായിരിക്കാം നമ്മുടെ വീട്ടിൽ. നമ്മൾ ഇതുപോലെ ആളുകളല്ല, ഇത് അനുഭവിച്ച ആളുകൾ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ പക്ഷെ നമ്മുടെ മൈൻഡിൽ നമ്മൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മളെ ഒരാൾ കണ്ണുകൊണ്ട് നമ്മുടെ ബ്രസ്റ്റിലേക്ക് നോക്കുമ്പോൾ പോലും നമ്മുടെ ചിന്ത ഇയാൾ നോക്കിക്കഴിഞ്ഞിട്ട് നമ്മളെ കയറി പിടിക്കുമോ? അതാണ് നമ്മുടെ മാക്സിമം ചിന്ത അതാണ്. നമ്മുടെ ശരീരം ഒരിടത്തും സുരക്ഷിതമല്ല, നമ്മുടെ ശരീരം സുരക്ഷിതമല്ല. എപ്പോഴായാലും നമ്മൾ ഒരു ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ലൈംഗികമായി നമ്മൾ അയാൾ ഉപയോഗിക്കും. ഈ മൈൻഡ് സെറ്റിലാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച സ്ത്രീകൾ ഓരോ സമയത്ത് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു കൗൺസിലിങ്ങിന് പോയിരിക്കുമ്പോൾ അവിടെയുള്ള ഡോക്ടർമാർ നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങളെങ്ങനെ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നമുക്കത് സാധിക്കുന്നില്ല എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. പക്ഷെ അതിൽ നിന്ന് പലപ്പോഴും നമ്മൾ പുറത്തേക്ക് വരുന്നത് ഈ ഗുളികകളുടെ എന്താ പറയുക, അതിൻ്റെ സ്വാധീനത്തിലാണ്. അത് കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് നോർമലാവും, റിലാക്സ് ആവും. അപ്പോൾ നമ്മൾ ശരി അതങ്ങ് കുറച്ച് ദിവസത്തേക്ക് 1-2 ദിവസത്തേക്ക് നമ്മളത് മൈൻഡിൽ നിന്ന് വിടും. 3-ാമത്തെ ദിവസം കഴിയുമ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ മൈൻഡിൽ. നമ്മൾ ഉപദ്രവിക്കപ്പെടുവോ, നമ്മുടെ ശരീരം ദുരുപയോഗം ചെയ്യപ്പെടുവോ, നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും, ആ ഒരു മൈൻഡ് ഇങ്ങനെ മനസ്സിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇല്ല, അത് ആ പ്രായത്തിൽ സംഭവിച്ചതാണ്, അത് അപ്പോൾ കളഞ്ഞേക്ക്. ഏറ്റവും കൂടുതൽ ഈ ചെറുപ്രായത്തിൽ സംഭവിക്കുന്നവർക്കാണ്. പലരും ഇപ്പോൾ പല സിനിമകളും കാണുമ്പോൾ, ഞാൻ ഈ അടുത്ത കാലത്ത് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നൊരു സിനിമ ഉണ്ട്. അതിൽ ടോവിനോ പറയുന്നൊരു കാര്യമുണ്ട്, നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ മാറാവുന്ന കാര്യങ്ങളെ അത്രമാത്രമായി ഇതിനെ കണക്കാക്കുക. നിനക്ക് ഒരുപാട് ഉയരങ്ങളിലെത്താനുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങൾ നേടാനുണ്ട്, നീ അതിലേക്ക് പറന്നുയർന്ന് വരിക. നമ്മളിതൊക്കെ കാണുമ്പോൾ നമുക്കിതൊക്കെ ഭയങ്കര മോട്ടിവേഷനാണ്. പക്ഷെ ആ മോട്ടിവേഷനൊക്കെ ഒരു സെക്കൻഡിനപ്പുറം നിൽക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ രാത്രി നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരു ബൈക്ക് നമ്മുടെ പുറകെ വന്നാൽ ആ ബൈക്ക് നമ്മൾ കൈ കാണിച്ചാലും മുന്നിലേക്ക് കയറിപ്പോയില്ലെങ്കിൽ നമ്മളെ ചിന്ത എന്താണെന്നറിയോ, അയാൾ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് നമ്മളെ ഏതെങ്കിലും വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി നമ്മളെ എന്തെങ്കിലും ചെയ്യും. ഇതാണ് ആ ബൈക്ക് യാത്രയ്ക്ക് ഇതൊന്നും അറിയില്ലായിരിക്കും, അയാളെ വഴിക്ക് പോകും. പക്ഷെ നമ്മുടെ മൈൻഡ് മുഴുവൻ ഇതാണ്. നമ്മൾ അടുത്ത സെക്കൻഡിൽ നമ്മൾ പീഡിപ്പിക്കപ്പെടുമായിരിക്കും, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അപ്പോൾ ഞാൻ ആലോചിക്കണം, ആ 12-11 വയസ്സായ പെൺകുട്ടിക്ക് സഹോദരനിൽ നിന്നുണ്ടായ അനുഭവം, അവൾ മരിക്കുന്നത് വരെ ഇനി എന്തൊക്കെ കൗൺസിലിംഗ് നടത്തിയാലും ഇനി ആരൊക്കെ മോട്ടിവേറ്റ് ചെയ്താലും അത് പോവില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുക. അത് മാനസികമായി ഉണ്ടാക്കുന്ന ഒരു ആഘാതം ഉണ്ടല്ലോ, അത് നമ്മൾ ഇനി ഏതൊക്കെ വലിയ പദവിയിലെത്തുമെന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊന്നും നമുക്ക് തിരിച്ചു വരാൻ കഴിയില്ല. മാനസികമായി നമ്മളെ തളർത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. ഈ ലഹരിക്കൊക്കെ അടിമപ്പെട്ട് സ്ത്രീകളെയും അങ്ങനെ അല്ലാത്തവരെയും ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, അവരിതങ്ങ് മറന്നു പോകും. അവരുടെ ഒരു നേരത്തെ ശ്രമം കഴിയുമ്പോൾ അവരിത് വിട്ടിട്ട് പോകും. പക്ഷെ ഇത് അനുഭവിക്കുന്നവർക്ക് ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മോചനം കിട്ടില്ല എന്നാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതെ, തീർച്ചയായിട്ടും.